പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്ന് ഇവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം നിറയുകയാണ്. നടത്തിയ വഴികളൊക്കെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ നമുക്ക് ലഭിച്ച നന്മകൾ പ്രൈസ് ഏറ്റവും വലുത് ഇറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവും ഇല്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളുടെ സാധിക്കാനാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ഓടി വന്നത്. എന്നാൽ കർത്താവിന്റെ സന്നിധി വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഗോഡ് ഹാസ് റിസർവ്ഡ് ഹയർ തിങ്സ് ഫോർ us. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉന്നതമായ ചില കാര്യങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എംബ്രേസ് ഇറ്റ്. ആ ഉന്നതമായ കാര്യങ്ങളെ നമ്മൾ വാരിപ്പുണർന്ന് നടന്നാൽ ദൈവവചനം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ദാറ്റ് വിൽ ഫോളോ us. അത് നമ്മളെ പിന്തുടർന്ന് കൊണ്ട് തന്നെ ഇരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക. കർത്താവ് നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യാൻ. കഴിഞ്ഞ കാലങ്ങളിൽ സൗഖ്യങ്ങളും വിടുതലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തന്ന പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി തന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ആ കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. ആ കർത്താവ് വാക്കു പറഞ്ഞ കർത്താവ് വിശ്വസ്തനാണ്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും നമുക്ക് നേരിടാൻ പറ്റും. കർത്താവ് കൂടെ ഇരിക്കാമെന്ന് ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നാഴികയും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വാക്കു പറഞ്ഞ ഒരു കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല, ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുന്ന കർത്താവ്. ആ കർത്താവിന്റെ അടുത്ത് വന്ന് ആ കർത്താവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പ്രീച്ചയൻ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകളും ചിന്താകുലങ്ങളും ഒക്കെ മാറും. നമ്മൾ ചിലപ്പം വിടുതലിനും സൗഖ്യത്തിനും ഒക്കെ ആയിട്ടായിരിക്കും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നത്. വന്നു കഴിഞ്ഞ് വചനം കേട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇത്രേ ഉള്ളെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ പിന്നെ ചിന്ത ആ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാം, നമ്മളുടെ നമുക്ക് എന്ത് കിട്ടുമെന്ന് അല്ലേ, നമുക്ക് എന്ത് കർത്താവിൽ നിന്ന് എന്ത് നമുക്ക് കിട്ടും എന്നായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് നമുക്ക് മാറുക. കർത്താവിന് വേണ്ടി എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും. പലപ്പോഴും പല പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വിഷയങ്ങളൊന്നും തോമസ് ബ്രദർ പറയുന്നത് പോലെ തീരത്തില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പഠിത്തമായി, പിന്നെ അവരുടെ ഹയർ സ്റ്റഡീസായി, അവരുടെ ജോലിയായി, അവരുടെ കല്യാണമായി. കല്യാണം കഴിയുമ്പം പറയും ഞാൻ ഇനിയെല്ലാം സ്വസ്ഥമായി, ഞാൻ ഇനിയും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാം എന്ന് പറയും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ മക്കളായി, പിന്നെ അതിലും വലിയ തിരക്കായി, പിന്നെ ഒന്നും അറിയാം. പക്ഷെ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു സ്റ്റെപ്പ് കർത്താവിനോട്ട് കൂടെ വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ. ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ചെയ്ത ഒരു കാര്യങ്ങളും ആർക്കു വേണ്ടിയും ചെയ്തതൊന്നും അവിടെ പ്രകീർത്തിക്കത്തില്ല, അവിടെ പറയത്തില്ല. പക്ഷെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മയുടെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഓർമ്മയുടെ പുസ്തകത്തിൽ എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തെന്ന് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് ഞാൻ ഇന്ന് കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു. ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഒത്തിരി നന്മകൾ ജീവിതത്തിൽ കിട്ടിയല്ലോ. കർത്താവിന് വേണ്ടി, ആ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഞാൻ ആരോടെങ്കിലും ഇന്ന് സുവിശേഷം പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആശ്വസിപ്പിച്ചോ, സമാധാനിപ്പിച്ചോ, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തോ എന്നൊന്ന് ചിന്തിക്കണം. അതാ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കുകയും ഫലം നിലനിൽക്കുകയും ചെയ്യണമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ കർത്താവിൽ നിന്ന് കിട്ടണമെന്നുള്ളതൊന്ന് മാറ്റിവെച്ച്, കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നൊന്ന് ഒന്ന് 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 നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ച്
ആ കർത്താവിന് വേണ്ടി ഇന്നതൊക്കെ ഒന്ന് ചെയ്യണം, ഒരാളുടെ അടുത്തെങ്കിലും ഒന്ന് പോകണം, ഒരു ഭവനത്തിലെങ്കിലും ഒന്ന് പോകണം, ഒരു രോഗിയായി കിടക്കുന്നവരുടെ അടുത്ത് തന്നെ യേശു ജീവിക്കുന്നു, എന്നെ വിടുവിച്ചതാണെന്ന് പറയാൻ ഒന്ന് മനസ്സ് വെച്ചാൽ വഴി തുറക്കുമെന്നേ. നമ്മൾ പലരും എന്നാ പറയുന്നത്, അയ്യോ എനിക്ക് സാഹചര്യമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, എനിക്ക് സാഹചര്യമില്ല. നമുക്കൊരു രോഗം വരുവാണെങ്കിൽ നമ്മൾ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി ഇരിക്കത്തില്ല, എത്രയും നേരം വേണേലും നമ്മൾ ഒരു മട്ടും. OP 100ാമത്തെ നമ്പറാണെങ്കിൽ 100 വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ നമ്മൾ 3 മണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ 10 മണിക്കൂർ മുമ്പേ ട്രാവൽ ചെയ്ത് നമ്മൾ ആ എയർപോർട്ടിൽ പോയി ഇരിക്കും. 3 മണിക്കൂർ മുമ്പേ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കും. ആ ഇമിഗ്രേഷൻ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ തള്ളത്തില്ല. എന്ത് മാന്യമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്നൊരു പ്രയർ ഉണ്ട് അവിടെ പോകണമെന്നോ ഒന്നും നമ്മൾ എനിക്ക് സാഹചര്യമില്ല, എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് 100 കാര്യങ്ങൾ അതിൻ്റെ ഇതാ, നമുക്ക് പലപ്പോഴും മടിയാ. നമ്മളൊരു ഞായറാഴ്ച മാത്രം മീറ്റിങ്ങിന് പോകുന്നു, കർത്താവിനെ ആരാധന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഞായറാഴ്ച ഒരു ദിവസം അതിനായിട്ട്, അങ്ങനെയല്ല. എല്ലാ ദിവസവും നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ കർത്താവിന്റെ ആ ജീവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോ നമുക്ക് നമ്മുടെ കാര്യങ്ങളെക്കാട്ടും അധികം കർത്താവിന്റെ വേല ചെയ്യുന്ന ആഗ്രഹം, അങ്ങനെ ചെയ്യണമെന്ന്, ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് കേട്ടാൽ പോണമെന്ന്. നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ഒന്നിനും ഒരു കാര്യത്തിനും മുടക്കം വന്നിട്ടില്ല, വരാൻ കർത്താവ് സമ്മതിക്കത്തുമില്ല. ആ കർത്താവ് കൂടെയുണ്ട്. ഷീന എന്ന് പറഞ്ഞ ആ കാര്യം എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് തൊട്ടു. നമ്മളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പം എന്ത് കർത്താവിൽ നിന്ന് കിട്ടും? നമ്മൾ വാസ്തവത്തിൽ ആദ്യം ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. ഷീന സുഖയില്ലായിരുന്നപ്പോൾ വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ സമയത്ത് ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ് പോയത്. അപ്പോൾ എന്ത് കിട്ടുമെന്നായിരുന്നു നമ്മുടെ നോട്ടം. പിന്നെ ഓരോ ദിവസവും മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കാൻ പറ്റും, എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റുന്ന ഒരാളാകാൻ സാധിക്കുമോ? നമ്മുടെ പ്രയോറിറ്റീസ് മാറി. നമ്മുടെ പ്രയോറിറ്റി മാറുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ സ്വർഗം വലിയ കൊടുക്കൽ വാങ്ങൽ നമ്മുടെ മേൽ അയക്കും. പലപ്പോഴും അതാണ് ദൈവവചനം മത്തായി സുവിശേഷത്തിൽ പറയുന്നത്, ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹി നോസ് മീ, എനിക്ക് ഇന്നത് ആവശ്യം എന്ന് എൻ്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. ആൻഡ് ഹി വിൽ ഗിവ് യു, അവൻ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറക്കും. ഹി വിൽ സപ്ലൈ യു. ഞാനൊരു കാര്യം പറയാം, ആ കർത്താവിന് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആണ് നിങ്ങളുടെ നോട്ടം, അതാണ് നമ്മുടെ പ്രയോറിറ്റി എങ്കിൽ, ഈ ലോകത്തിലെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരത്തില്ല. ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച, എൻ്റെ മനസ്സിനെ വല്ലാതെ തൊട്ടു, ഇപ്പോഴും എൻ്റെ മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവവചനം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-ഉം അതിൻ്റെ 11-ഉം വാക്യങ്ങൾ വായിക്കാം, ശ്രദ്ധിക്കാം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് നിന്നു. നോക്ക് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ദൈവവചനമാണ്. അവിടെ പൗലോസ് എഴുതിയിരിക്കുന്ന 3-4 കാര്യങ്ങൾ. ഒന്ന്, താൻ കിടക്കുന്ന തൻ്റെ അനുഭവം കാരാഗ്രഹത്തിലാണ്. ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആൾക്ക് അവരുടെ പ്രയോറിറ്റി എന്തായിരിക്കും? എങ്ങനെയും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത്, അവരുടെ പ്രയോറിറ്റി ഫ്രീഡം അല്ലേ? പ്രൈസ്. ഒരു പ്രിസണറെ സംബന്ധിച്ച് ആ പ്രിസണറിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫ്രീഡം ആയിരിക്കും. എന്നാൽ ഈ വചനം വായിക്കുമ്പോൾ പ്രൈസ് പൗലോസ് തൻ്റെ പ്രയോറിറ്റീസിനെ കുറിച്ച് പറയുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച കാര്യം, നമ്മളും ഇതുപോലെയല്ലേ പല വിഷയങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പം നമുക്ക് ആ വിഷയം എങ്ങനെയും ഒന്ന് മാറണം. അത് നിശ്ചയമായിട്ട് മാറുക തന്നെ ചെയ്യണം, അത് നമ്മുടെ പ്രയോറിറ്റിയാണ്. പക്ഷെ അതിനേക്കാൾ മുകളിൽ ചില കാര്യങ്ങൾ, അതാണ് ദൈവമക്കളെ സംബന്ധിച്ച്. ദൈവമക്കളുടെ എല്ലാ ചിന്തയും ദൈവരാജ്യത്തെ കുറിച്ചായിരിക്കും. പ്ലീസ്, എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സുവിശേഷത്തിന് വേണ്ടി എന്ത് പ്രയോജനപ്പെടാൻ പറ്റും. ഇവിടെ പൗലോസ് പറയാണ്, ഒന്ന് അവനിൽ ഇരിക്കേണ്ടതിനും, ഐ വാണ്ട് ടു നോ ഹിം മോർ. എനിക്ക് ആ വചനം, എനിക്ക് യേശുവിനെ ഞാൻ ദമസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനേക്കാൾ തേജസ്സുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അവനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ മഹത്വം കൊണ്ട് നിറഞ്ഞിരുന്നു. സൂര്യനേക്കാൾ പ്രഭയുണ്ടായിരുന്നു, തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
ആ കർത്താവിനെ എനിക്കൊന്നും കൂടി അറിയണം, ഒന്നുകൂടെ കൂടുതൽ അറിയണം. താൻ കർത്താവിന് വേണ്ടി ഓടി, സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു, ലോകരാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, സുവിശേഷത്തിന് വേണ്ടി ഉപദ്രവം അനുഭവിക്കേണ്ട വന്നു, അടിയേറ്റു, നിന്നയേറ്റു, പരിഹാസമേറ്റു, തൻ്റെ സ്വന്തം ജനം തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി, അവര് തള്ളിപ്പറയാൻ തുടങ്ങി. എല്ലാം ഉണ്ടായിരുന്ന സുവിശേഷത്തെ കുറിച്ച് എല്ലാം ചപ്പം നെണ്ണി നോക്ക്, എല്ലാം ബാക്കിയെല്ലാം തൻ്റെ കാര്യങ്ങളെല്ലാം വിട്ട് ആ ജയിലിൽ കിടന്നുകൊണ്ട് ആ പൗലോസ്, എനിക്ക് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുക. ആ ജയിലിൽ കിടന്ന് വാസ്തവത്തെ ഇതിൻ്റെ അകത്തുനിന്ന് എന്നാ വെളി വരുന്നത്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരാൾ കാരാഗ്രഹത്തിൽ കിടന്നാൽ അവരുടെ ചിന്ത അതായിരിക്കും, എന്നായിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് വെളി വരുന്നത്, എനിക്ക് പുറം ലോകമൊക്കെ എപ്പോഴാണ് ഒന്ന് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെയും എൻ്റെ ആൾക്കാരെയും എൻ്റെ സ്നേഹിതരെയും ഒക്കെ എന്നാ ഒന്ന് കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ജയിലുകാർക്ക് പരോള് കൊടുക്കും അല്ലേ, പരോള് കൊടുക്കുന്നത് എല്ലാവരെയും പോയി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് പരോള് കൊടുക്കുന്നത് അല്ലേ. എന്തൊരു സന്തോഷത്തിലായിരിക്കും ഒരു പരോളിന് ഒരു വ്യക്തി ഇറങ്ങുന്നത്, വലിയ സന്തോഷത്തോടെ ആയിരിക്കും ഇറങ്ങുന്നത്. അപ്പം ജയിലിൽ കിടക്കുന്ന ആൾക്ക് എപ്പോഴും അവരുടെ നോട്ടം സ്വാതന്ത്ര്യമാണ്. നോക്ക്, ഫ്രീഡം കിട്ടണം. 2, കംഫർട്ട് കിട്ടണം. 3, നോക്ക്, ആ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരണം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ആ ജയിലിൽ കിടന്നുകൊണ്ട് താൻ എഴുതുമ്പോൾ അവിടെ എഴുതുന്ന ഒരു കാര്യമുണ്ട്, ഐ മേ നോ ഹിം, എനിക്ക് അവനെ കൂടുതൽ ഒന്ന് അറിയണം, അവനിൽ ഇരിക്കണം. എനിക്ക് അവനെ നോക്ക്, 1 എനിക്ക് കർത്താവിനെ കൂടുതൽ അറിയണം. 2 ഇവിടെ പറയുകയാണ്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് നോക്ക്. അവിടെ പൗലോസ് ആഗ്രഹിക്കുന്നത് ഹയർ തിങ്സ് ആണ്, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തി, അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണം. എന്നാണ് ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി? 1, പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഡിഫീറ്റിംഗ് സിൻ ആണ്, പാപത്തെ കൊന്നുകളയുന്നതാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. 2, ഇറ്റ് ഈസ് ബ്രേക്കിംഗ്, ആ ഭയം എന്ന് പറയുന്ന ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള അസാധാരണമായ ധൈര്യം. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഫിയർ മാറുന്നതാണ്, ഭയം മാറുന്നതാണ്. നോക്ക്, അതുപോലെ തന്നെ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ദാറ്റ് ഗീവ്സ് വിക്ടറി ഓവർ ടെംപ്റ്റേഷൻ. നമ്മുടെ ഏത് വെല്ലുവിളികളെ, നമുക്ക് ശാരീരികമായ വെല്ലുവിളിയുണ്ട്, മാനസികമായ വെല്ലുവിളിയുണ്ട്, ആ ടെംപ്റ്റേഷൻസ് ഉണ്ടല്ലോ, നമ്മളെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ചിലതിൻ്റെ എല്ലാം മേൽ ജയമെടുക്കുന്ന അതിന്റെ പേരാണ് ദ പവർ ഓഫ് റിസറക്ഷൻ. അതിന്റെ പേരാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിടുന്നതാണ് ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി. നിങ്ങളുടെ എല്ലാം വീണ്ടും ജനിച്ച ദൈവമക്കളോട് പറയാം, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളുടെ എല്ലാം അകത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഗ്ലോറി ഒന്നുകൂടെ അത് തേജസ്സോടെ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ. പൗലോസിന്റെ പ്രാർത്ഥന അതാണ്, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്, നോക്ക്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും, എന്നിട്ട് പറയാണ് അവന്റെ കഷ്ടാനുഭവങ്ങൾ. നോക്ക, ആർക്കായി കഷ്ടം വേണ്ടിയതല്ലേ? ആർക്കും കഷ്ടം വേണ്ട, എല്ലാവർക്കും നന്മ വേണം, എല്ലാവർക്കും അനുഗ്രഹം വേണം, എല്ലാവർക്കും ഉയർച്ച വേണം. നമ്മളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നത് കേൾക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മളെക്കുറിച്ച് ദോഷം പറയുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല, നമ്മളെ കുറ്റം പറയുന്നത് കേൾക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ഇവിടെ പൗലോസ് പറയാണ്, നോക്ക്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്. നോക്ക്, നമുക്ക് പവർ ഓഫ് റിസറക്ഷൻ അല്ലേ, പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുമ്പം നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എങ്ങനെയാലും ഈ സഫറിങ് ഒന്നും നമുക്ക് വേണ്ട. ഈ സഫറിങ് എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നത്, മറ്റുള്ളവരെ നമ്മളെ നിന്ദിക്കുന്നത്, പരിഹസിക്കുന്നത്, സുവിശേഷം നിമിത്തം ഉള്ള ഉപദ്രവം. നോക്ക്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, അതിനെ വാല്യൂ ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് താന് ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യുക? വാല്യൂ ചെയ്യുക. എന്നാലും ഇതിനൊന്നും പോകണ്ടായിരുന്നു, ഈ പണിക്കൊന്നും പോകണ്ടായിരുന്നു, ഈ സുവിശേഷം ഒന്നും അറിയിക്കേണ്ടായിരുന്നു. വല്ലച്ചാതി ആ കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് അതല്ലേ പലരും ചെയ്യുന്നത് പോലെ അല്ലേ? ആ അനന്യാസ് വന്ന് തന്നെ സൗഖ്യമാക്കണമെന്ന്
വന്ന് താൻ പ്രാർത്ഥിക്കുകയാണ്. അനന്യാസ് വന്ന് സൗഖ്യമാക്കിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കണ്ണിൽ നിന്ന് പാട വീഴുന്നത്, ഒരു ചെതുമ്പൽ വീഴുന്നത് പോലെ എന്തോ ഒന്ന് വീണുപോയി. തന്നെ കാഴ്ച തിരിച്ചു പ്രാപിച്ചു. ഇനിയും കാഴ്ചയൊക്കെ കണ്ടു, ഇനിയും കണ്ണൊക്കെ കാഴ്ചയൊക്കെ കിട്ടി, എങ്ങനെയും ഇനിയൊന്ന് പോയാൽ മതി. അതല്ല, പ്ലീസ്, തൻ്റെ ഉള്ളിൽ ഐ വാണ്ട് ടു നോ ഹിം മോർ. എനിക്ക് കർത്താവിനെ എനിക്ക് കൂടുതൽ അറിയണം, കർത്താവിന്റെ ആഴങ്ങൾ അറിയണം. പ്ലീസ് നോക്ക്, ആ ഒരു ദാഹം, ആ ഒരു ആഗ്രഹം അവന് ആർക്കും ഈ കഷ്ടം വേണ്ട. ആർക്കും ഈ കഷ്ടം ഈ കഷ്ടം എന്ന് പറയുന്നത് ദാരിദ്ര്യമല്ല. കഷ്ടം എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തതിന്റെ പേരല്ല. കഷ്ടം എന്ന് പറയുന്നത്, കഷ്ടം എന്ന് പറയുന്നത് രോഗമല്ല. പ്ലീസ് നോക്ക്, ഇവിടെ പൗലോസ് പറയുകയാണ് ഈ ഉപദ്രവം, നോക്ക്, താൻ കഷ്ടം അനുഭവിക്കുക, ജയിലിൽ കാരാഗ്രഹത്തിൽ കഷ്ടം അനുഭവിക്കുക. എന്തുകൊണ്ട്? കർത്താവിന് വേണ്ടി നിന്നു, സുവിശേഷം താൻ അറിയിച്ചു, അനേകരെ തീയിൽ നിന്നും വലിച്ചെടുത്തു, അനേക പട്ടണങ്ങളെ താൻ ട്രാൻസ്ഫോം ചെയ്തു. ആ കഷ്ടം താൻ പറയുകയാണ്, ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, തന്റെ കംഫർട്ട് സോണിൽ നിന്ന് തനിക്ക് കംഫർട്ടഡ് ആയിട്ടിരിക്കാം, തനിക്ക് ഒന്നിനും കുഴപ്പമില്ല, തനിക്ക് വേണമെങ്കിൽ ആശ്വസിച്ചിരിക്കാം, വേണമെങ്കിൽ ഈ സുവിശേഷത്തിൽ നിന്ന് തനിക്ക് പുറകോട്ട് മാറി നിൽക്കാം. എന്നാൽ അനേകർ നോക്ക് തകർന്നുകൊണ്ടിരിക്കുന്നു, അനേകർ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിനെ അറിയാതെ, ഈ രക്ഷ അറിയാതെ, ഈ സമാധാനം കിട്ടാതെ അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് നമ്മുടെ കയ്യിൽ കർത്താവ് ആ സമാധാനം തന്നിരിക്കുമ്പോൾ ആ സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കാൻ അപ്പോസ്തലനായ പൗലോസ് നിൽക്കുകയാണ്. അതുകൊണ്ട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് തന്റെ ഒന്ന് വായിക്കാവോ ഷിന? അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ചു ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ നിന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനിൽ ഇരിക്കേണ്ടതിനും ആദ്യ പ്രാരംഭവാക്യത്തിൽ തന്നെ പറയുകയാണ്, അവന്റെ മരണത്തോട് 10ാം വാക്യത്തിൽ പറയുകയാണ്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. നോക്ക്, കില്ലിങ് അവർ സെൽഫ്, കേട്ടോ, നമ്മുടെ സ്വയങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? കൊല്ലണം. നമുക്ക് കുറെ സ്വയങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. പ്രൈസ്, ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യണം. നമ്മുടെ സ്വയമുണ്ടല്ലോ, അകത്ത് വരുന്ന സ്വയം, അതിനെ എന്ത് ചെയ്യണം? അതിനെ കൊന്നുകളയണം. പ്രൈസ്, എനിക്ക് ഇനിയും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. അതാണ് മത്തായി സുവിശേഷം 16ാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ച 16:24 ഒന്ന് വായിക്കാം ഷീന. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ച, നമ്മൾ പലപ്പോഴും പാടുന്ന ഒരു പാട്ടാ, ഐ വാണ്ട് ടു ഫോളോ ജീസസ്, അല്ലേ? എനിക്ക് യേശുവിനെ പിൻപറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പിൻപറ്റണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ എനിക്ക് വരുത്താനുണ്ട്. പ്ലീസ്, യേശുവിനെ പിൻപറ്റണമെങ്കിൽ പ്ലീസ് ചില ക്രമീകരണങ്ങൾ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, ഡിനൈ യുവർ സെൽഫ്, തന്നെത്താൻ നമ്മൾ ത്യജിച്ച് കളയേണ്ട ചില കാര്യങ്ങളുണ്ട്. തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. പ്രൈസ്, നോക്ക്, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ചിലതൊക്കെ നമ്മൾ വിട്ടുകളയേണ്ടതുണ്ട് ജീവിതത്തിൽ. പ്രൈസ്, നമ്മൾ പിടിച്ചു വെച്ചിരിക്കുക ചില പ്രൈഡൊക്കെ ഉണ്ട്. നമ്മൾ ഞാൻ ആരോ ആണെന്നൊക്കെ ഉള്ളൊരു ഭാവം, അങ്ങനെയൊക്കെയുള്ള ചില ഭാവങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പല സാധനങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെയൊക്കെ എന്ത് ചെയ്യണം? അതിനെയൊക്കെ ഉപേക്ഷിക്കണം, അതിനെയൊക്കെ വിട്ട്. പ്രൈസ്, നോക്ക്, എബ്രായ ലേഖനക്കാരൻ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി യേശുവിലോട്ട് നോക്കിയാൽ എല്ലാം മാറും. പ്രീസ്, നോക്ക്, ഷീന പ്രാരംഭത്തിൽ ഇന്ന് പറഞ്ഞതുപോലെ പ്രീസ്, ആദ്യമൊക്കെ കർത്താവിന്റെ സന്നിധി വരുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് സൗഖ്യം കിട്ടുമോ? എൻ്റെ കടം മാറുമോ? എനിക്ക് വഴി തുറക്കുമോ? ഇതൊക്കെയായിരുന്നു നമ്മുടെ ചിന്ത. പക്ഷെ ആ പ്രയോറിറ്റീസ് എല്ലാം മാറി. നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സുവിശേഷത്തിന് വേണ്ടി പോകാൻ പറ്റുമോ? എനിക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? എന്നെ തന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി എനിക്ക് നൽകാൻ പറ്റുമോ? ആ പ്രയോറിറ്റീസ് അവിടെ. അതാണ് പൗലോസ് പറയുന്നത്. ആ ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെ ജയിലിൽ ചാടാമെന്നല്ല, ജയിലിന്റെ അകത്തുനിന്ന് എങ്ങനെ പുറത്തു വരാമെന്നല്ല. പ്ലീസ്, അവനെ അറിഞ്ഞിട്ട് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും ഐ വാണ്ട് ടു ടേസ്റ്റ് ഹിം മോർ. ഓരോ ദിവസവും കഴിയുമ്പം എനിക്ക് കൂടുതലായിട്ട് അവനെ രുചിക്കണം. കൂടുതലായിട്ട് കർത്താവിനെ രുചിക്കാൻ തുടങ്ങുമ്പം നോക്ക്, കർത്താവിന്റെ സ്വഭാവം ഒരു കണ്ണാടിയിൽ എന്ന പോലെ, പൗലോസ് പറയുന്ന പോലെ, ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കുന്നവരായി ഐ വിൽ റിഫ്ലക്ട് the glory of God. എന്നെ കാണുന്നവർ, നമുക്ക് ഉറപ്പുണ്ടോ
നമ്മളെ കാണുന്നവർ നിശ്ചയമായിട്ടും കർത്താവിനെ കാണും. നമ്മൾ സംസാരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അനേകർ ഇൻഫ്ലുവൻസ്ഡ് ആകും. അവർക്ക് കർത്താവിന്റെ സ്നേഹം പിടികിട്ടും. നമ്മൾ ഈ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ എന്തൊരു സമാധാനമാണ്, എന്തെന്നില്ലാത്തൊരു അവരുടെ കൂടെ കുറച്ച് സമയം ചെലവിടുമ്പം തന്നെ നമുക്ക് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കും അതുപോലെ ചിലരോടൊക്കെ പോയി അവരുടെ കൂടെ കൂട്ടായ്മ ആചരിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം? they are precipitating the glory of God. കർത്താവിന്റെ മഹത്വത്തെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ അവർ ബന്ധിപ്പിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തെ പ്രൈസ് അവർ മറ്റുള്ളവരിലോട്ട് പകർന്നു കൊടുക്കുകയാണ്. നമുക്കും അങ്ങനെ ആകണ്ടേ? പൗലോസ് പറയുന്നത് എനിക്ക് അങ്ങനെ ആകണം. എനിക്ക് ഇവിടെ പറയുകയാണ് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. എനിക്ക് ഒറ്റ പ്രത്യാശയുള്ളൂ. പ്രൈസ്, എനിക്ക് വല്ല ചാതിയും എനിക്ക് പുനരുദ്ധാനം ചെയ്യണം. മരണം ഒന്നിന്റെയും അവസാനമല്ല. ഹയർ ലൈഫുണ്ട്. ആ കർത്താവിന്റെ കർത്താവ് മടങ്ങി വരും കേട്ടോ. അതുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പം തന്റെ ലേഖനത്തിൽ കൊരിന്ത്യർ ലേഖനം അതിന്റെ 2 കൊരിന്ത്യർ 5:1 വാക്യം പറയുകയാണ്, കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും. അപ്പൊ നല്ല ബോധ്യത്താൽ നടക്കുന്നത്, ഭയങ്കര ബോധ്യത്തിലാണ് നടക്കുന്നത്. എന്റെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയായ ഒരു നിത്യഭവനം എനിക്ക് സ്വർഗത്തിലുണ്ട്. വല്ലച്ചാതിയും എനിക്ക് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. വല്ലച്ചാതിയും ആ കർത്താവിന്റെ ഗ്ലോറി ഒന്ന് കാണണം, കർത്താവിന്റെ തേജസ്സിലൊന്ന് കാണണം. എനിക്ക് എന്റെ നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്നെ തന്നെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്നൊരു വചനമുണ്ട്. അപ്പം തന്നെത്താൻ സൂക്ഷിക്കാൻ അതിനായിട്ടാണ് സഹായകനായ പരിശുദ്ധാത്മാവിനെ കർത്താവ് തന്നത്. അനാഥരായി വിടത്തില്ല, ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ തരും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പ്രൈസ് ഹയർ ലൈഫ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവ് നോക്കിയ കർത്താവ് തന്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ മുഴുവൻ ദൈവരാജ്യത്തെ കർത്താവ് പ്രസംഗിക്കുകയായിരുന്നു. കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഹി വാസ് പ്രീച്ചിങ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദ കിങ്ഡം ഓഫ് ഹെവൻ. കർത്താവ് ആ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അവൻ ദൈവരാജ്യത്തെ പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറയുക മാത്രമല്ല, ആ ദൈവരാജ്യത്തിന്റെ പവർ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എന്നെ നിങ്ങളെയും അങ്ങനെ കർത്താവ് വിളിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്, ഒരു സാക്ഷ്യമായിട്ട് നിൽക്കാനാണ്. ആ ജയിലിന്റെ അകത്തൂടെ കിടക്കുമ്പോഴും ആ വൻ കാര്യങ്ങളാണ് താൻ പ്രതീക്ഷിക്കുന്നതും താൻ പ്രാർത്ഥിക്കുന്നതും. എങ്ങനെ വല്ലച്ചാതി മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം, അവന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് ആസ്വദിക്കണം. നോക്ക്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അത് അനുഭവിക്കണം. അത് നമുക്കാർക്കും വേണ്ട അല്ലേ? ആരെങ്കിലും ചിലതൊന്ന് കളിയാക്കിയൊന്ന് പറഞ്ഞാ, ഇപ്പോഴും നീ അവിടെ തന്നെയാണോ പോകുന്നത്? ഇപ്പോഴും നീ വലിയ ബൈബിള്, നീ വലിയ കൂട്ടായ്മക്കാരനാ. അടുത്ത ദിവസം ബൈബിൾ എടുക്കത്തില്ല. എടുത്തേ, ഉയർത്തിപ്പിടിച്ചേ. ഈ ദൈവവചനം ഒരു വ്യക്തിയോ ഒരു വീടോ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങളെ മാനിക്കും. കർത്താവിനെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ ഒരു ചെറുവരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവവചനം പറയുകയാണ്, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ ഈ ലോകത്ത് നിങ്ങൾ എന്തെങ്കിലും നൽകി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് വെച്ച് തന്നെ ഞാൻ 100 മടങ്ങായി ഞാൻ നിങ്ങളെ മാനിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാന്യത മറ്റുള്ളവരുടെ ദൈവത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന മാന്യത മറ്റാരിൽ നിന്നും നമുക്ക് ലഭിക്കത്തില്ല. പ്ലീസ് നോക്ക്, ലോകം ഈ ചില മാന്യതകളും ചില ഓണറും ഒക്കെ ലോകം തരും. പക്ഷെ ഒരു കഴിയുമ്പോഴത്തേക്ക് അതവർ കുടഞ്ഞ് നിലത്തിടും, അവരവർ തള്ളി. ഞാനൊരു രാഷ്ട്രീയവും ഇല്ല കേട്ടോ, ഞാൻ പറയുമ്പം അങ്ങ് പറയുന്നുള്ളൂ. ഇന്നലെ അധികാരത്തിൽ ഇരുന്നവരെ വരും ദിവസം ജനങ്ങൾ തള്ളി താഴെയിടും. അപ്പൊ ഈ ലോകത്തിന്റെ സ്ട്രക്ചർ അതാണ്. എന്നാൽ കർത്താവിന്റെ സ്ട്രക്ചർ അതല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ ദൈവമക്കളാകാൻ എന്റെ വിളി നിത്യതയ്ക്കുള്ള വിളിയാണ്. എന്റെ വിളി എറ്റേണിറ്റിക്കുള്ള വിളിയാണ്. പ്രിയപ്പെട്ടവരെ,
ടു നോ ഹിം മോർ. എന്നെ എന്തിനു വേണ്ടിയാണ് അവൻ്റെ കഷ്ടതയുടെ കൂട്ടായ്മയൊന്ന് അനുഭവിച്ച് വല്ല ചാതിയും എനിക്ക് മരിച്ചവരിൽ നിന്ന് ഉയർന്ന്, കാരണം ഹയർ ലൈഫുണ്ട്, എനിക്ക് വേണ്ടി വീട് ഒരുക്കിയിട്ടുണ്ട്, എനിക്കൊരു നിത്യതയുണ്ട്, ഞാൻ യുഗങ്ങൾ എൻ്റെ കർത്താവിൻ്റെ കൂടെ വാഴാനുള്ള വ്യക്തിയാണ്. പ്രൈസ് അവൻ്റെ ആ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ അങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കും. നിത്യമായ വാഴ്ചയാണ്. എനിക്ക് അത് നഷ്ടപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട. പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ ഇരിക്കുമ്പം വാട്ട് ക്യാൻ ഐ ഡു ഫോർ ഹിം? എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ നമ്മുടെ വിഷയമൊക്കെ കാണും, അതിനെപ്പറ്റി ഒന്നും ഭാരപ്പെടേണ്ട, അതെല്ലാം ചേർന്ന് വന്നോളും. അതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞങ്ങളുടെയൊക്കെ അങ്ങനെയായിരുന്നു. പല വിഷയത്തിനും വിടുതലായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എല്ലാം അയ്യോ അതെന്നാ കാണുന്നത്, അത് പ്രാർത്ഥിക്കണം, ഇത് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച തങ്കുബ്രദറിന്റെ അടുത്ത് ചെല്ലും. തങ്കുബ്രദറെ പ്രാർത്ഥിക്കണം, ഈ ആഴ്ച ഇന്ന കേസുണ്ട്, ഇന്ന കോടതിയിൽ ഇന്ന കേസുണ്ട്. ഈ ഓരോ ദിവസവും വിഷയങ്ങളാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കുക, വിഷയങ്ങളുടെ എണ്ണം അങ്ങ് കുറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിഷയങ്ങളെ ഫെയ്ത്ത് വന്ന് മൂടാൻ തുടങ്ങി. ഇല്ല, ഒന്നും സംഭവിക്കത്തില്ല, അതിൻ്റെ അകത്ത് നടത്തിയെങ്കിൽ പിന്നെ ഈ വിഷയത്തിന്റെ അകത്ത് എൻ്റെ കർത്താവ് നടത്താതിരിക്കുമോ? പിന്നെ നമ്മുടെ ചിന്ത അങ്ങ് മാറി. പിന്നെ മറ്റുള്ളവരോട് പറയണമെന്നുള്ള അകത്തുനിന്ന് ഭയങ്കരമായ ഒരു ത്വര. ആ ത്വരയുടെ പേരാ പരിശുദ്ധാത്മാവ്. ഈ നോക്ക്, ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ തുടങ്ങി, കൂട്ടുകാരോടൊക്കെ പറയാൻ തുടങ്ങി, എടാ മോനെ ഒന്ന് വാ, നീ ഒന്ന് വന്നേ, ഇതൊന്ന് കേട്ടേ. പ്രൈസ് എന്തെന്നില്ലാത്ത സമാധാനം. അപ്പൊ നമ്മൾ കടന്നു പോകുന്ന വെല്ലുവിളികളൊക്കെ അവർക്ക് അറിയാം. നമുക്കൊരു സമാധാനം കിട്ടിയെന്ന് പറയുമ്പോൾ അവർക്കും അത് കേൾക്കാൻ, അത് എന്നാണെന്ന് ഒന്ന് അറിയാൻ. നോക്ക്, അനേകർക്ക് ക്രിസ്തുവിനെ, നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങൾ സെറ്റ് ചെയ്തു, നിങ്ങളുടെ പ്രയോറിറ്റീസ് ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്തു, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. വി ആർ ഗോയിങ് ടു പ്രേ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഗ്ലോറി ചില വീടുകളിൽ ഇറങ്ങും, മഹത്വം ചില വീടുകളിൽ ഇറങ്ങും. ചില വിഷയങ്ങളിലൊക്കെ ഇന്ന് വിടുതൽ വേണ്ടി ചില വിഷയങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ അത്ഭുതകരം തൊടും. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിങ്ങളുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളാണോ, ഗോഡ് വിൽ മീ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അല്ലെ, എല്ലാം മൈ ഗോഡ് വിൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. എല്ലാ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തുയേശുവിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരും. ഒന്നിനും നിങ്ങളുടെ ഒരാവശ്യത്തിനും, ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് മുമ്പിൽ ഒരിക്കലും എൻ്റെ കർത്താവ് കണ്ണടയ്ക്കത്തില്ല. പ്രൈസ്. ചില കാര്യങ്ങളൊക്കെ ഡിലേഡായി, ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഗോഡ് ഹാസ് പ്രിപ്പയർഡ് സംതിങ് ബിഗർ ഫോർ യു. അതിനേക്കാൾ, നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ, കാരണം ദൈവവചനം പറയുന്നത് അവൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി തരുന്ന കർത്താവാണ്. അത്യന്തപരമായി ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ ഗ്ലോറി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകലൊന്ന് വിശ്വസിച്ചേ. ആ പൗലോസ് ആ ജയിലിൽ കടന്നുകൊണ്ട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കാതെ പ്രൈസ് താന് അതിനേക്കാൾ വലുത് ചിന്തിക്കുകയാണ്. പ്രൈസ്, ഐ വാണ്ട് ടു നോ യു മോർ. എനിക്ക് കർത്താവിനെ കൂടുതലായിട്ടാണ്. എനിക്ക് സ്വാതന്ത്ര്യമല്ല, ഇതൊന്നും അല്ല വിഷയം. ഞാൻ കണ്ടുമുട്ടേണ്ട ഒരാളെ കണ്ടുമുട്ടി, അതുകൊണ്ട് എനിക്ക് അവനെ കൂടുതൽ ഒന്ന് അറിയണം. പ്രൈസ്, അതിനുവേണ്ടി ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ച് മറ്റേതെല്ലാം ചേർന്ന് വരുമെന്നേ. ആവശ്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, അതെല്ലാം ചേർന്ന് വരും. നിങ്ങളുടെ ആ സാമ്പത്തിക വിഷയമല്ലേ, ചേർന്ന് വരും. രോഗം സൗഖ്യമാകും. എന്നാ രോഗമാണേലും ഞാൻ ഉറപ്പോടെ പറയാം, ഞങ്ങൾ രണ്ടുപേരും, എനിക്ക് പണ്ട് ഞാൻ എപ്പോഴും ഷീനായുടെ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് തൻ്റെ ഇടമായിട്ട് പറയാം, എന്നെ കർത്താവ് ഞാൻ 5 വർഷമായിട്ട് എൻ്റെ 2 കാലിന്റെ മുട്ടുകളും റീപ്ലേസ്മെന്റ് പറഞ്ഞിരിക്കുമായിരുന്നു. നോക്ക്, ഐ വാസ് സഫറിങ് ഇൻ പെയിൻ. പലപ്പോഴും ഞാൻ എഴുന്നേറ്റ് നിന്നൊക്കെ പ്രസംഗിക്കുമ്പോഴും മീറ്റിങ്ങിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾക്ക് അറിയാം, ഞാൻ വളരെ വേദനയിലാണ് നിന്നുകൊണ്ടിരുന്നത്. പലപ്പോഴും ആ വേർഷിപ്പൊക്കെ നടക്കുമ്പോൾ ഞാൻ പുറകിൽ പോയി ഇരിക്കും. എന്നിട്ട് പ്രീച്ച് ചെയ്യാനായിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ ഡെലിവറൻസ് എടുക്കാനായിരിക്കും പലപ്പോഴും മുമ്പോട്ട് ഞാൻ കയറി വരുന്നത്. എനിക്ക് അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഏകദേശം 1 മാസമായി ഹീ ഹീൽ മീ. എന്നെ ടോട്ടലി ഒരു പെയിൻ പോലും ഇല്ലാതെ എൻ്റെ കർത്താവ് എൻ്റെ കാലുകളെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. ഞാൻ വിശ്വസിക്കുന്നു ഒരു നീ റീപ്ലേസ്മെന്റ്. നോക്ക്, ആദാമിനൊരു ഗാഠനിദ്ര വരുത്തി ഹവ്വായെ പുറത്തെടുത്തതുപോലെ പ്ലീസ് എൻ്റെ അകത്തുനിന്ന് എൻ്റെ കർത്താവ് ഒരു മോർ പവർഫുൾ നീ, ഒരു പുതിയ ഒരു എന്നാ പറയുന്നത്, പുതിയൊരു നീ കർത്താവ് എന്ത് ചെയ്തു, എൻ്റെ മുട്ടുകൾ പുറത്തെടുത്തു, അതിന് ബലം തന്നു, പുതിയ മസിൽസ് പുറത്തെടുത്തു, പുതിയ വെയിൻ പുറത്തെടുത്തു. യേശുവിൻ്റെ അവിടെ എന്തൊക്കെയോ
സംഭവിച്ചു. എപ്പോഴാ സംഭവിച്ചത്? ഏത് മീറ്റിംഗിലാ? ഐ ഡോണ്ട് നോ. എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. നൗ ഐ എം ടോട്ടലി ഹീൽഡ്. ഇന്ന് ആരെങ്കിലും ഹീലിംഗിന് വേണ്ടി ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും പറയാം, നിങ്ങളുടെ കൈ നിങ്ങളുടെ ശരീരത്ത് തന്നെ വെച്ചു. നിങ്ങളെ കർത്താവ് നിങ്ങളുടെ ആരുടെയൊക്കെ കണ്ണിന് ചില പ്രോബ്ലം ഉള്ളവരെ കർത്താവ് എന്നെ കാണിക്കുന്നു. ദ ലോർഡ് ഈസ് ഗോയിങ് ടു ടച്ച് യു റൈറ്റ് അവേ. നിങ്ങളുടെ കണ്ണിന്റെ പ്രയാസം, ചില അലർജി രോഗങ്ങൾ കർത്താവ് കാണിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ കണ്ണ് തിരുമുന്നത് പോലെ അങ്ങനെ ചൊറിഞ്ഞ് അങ്ങനെയുള്ള അലർജിയുള്ള പല ആൾക്കാർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എന്റെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. അതുപോലെ കണ്ണിന്റെ കാഴ്ച യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യമാക്കുകയാണ്. ഇന്ന് പകൽ ആ കാഴ്ച ശക്തിയെ എന്റെ കർത്താവ് സൗഖ്യമാക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് യേശുവിന്റെ നാമത്തിൽ. അതുപോലെ ടിയർ സെൽസിന് പ്രോബ്ലം ഉള്ള ദൈവത്തിന്റെ ആത്മാവ് എന്റെ കണ്ണിന്റെ കാര്യം മൾട്ടിപ്പിൾ ആയിട്ട് പറയുന്നു. ടിയർ സെൽസിന് ഇടയ്ക്ക് ഈ വല്ലാതെ കണ്ണുനീര് ഒഴുകുക, ഇടയ്ക്ക് കണ്ണ് ഡ്രൈ ആയി പോകുക, അങ്ങനെയുള്ള നമ്മുടെ ടിയർ സെൽസിന് പ്രോബ്ലം ഉള്ള ചില വ്യക്തികളെ എന്റെ കർത്താവ് സ്പർശിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച ഷിന പ്രാർത്ഥിച്ചു. സ്തോത്രം കർത്താവേ, നന്ദി പറയുന്നു. കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളത് ഏറ്റെടുക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് കേട്ട ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളുടെ മേലും എന്റെ കർത്താവിന്റെ കരം വിടുവിക്കണമേ, കർത്താവിന്റെ കരം തൊടണമേ. രോഗികൾ സൗഖ്യമാകട്ടെ. വിടുതലില്ലാത്ത എല്ലാ ഏരിയകളിലും കർത്താവ് അവർക്ക് വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാ കടഭാരങ്ങളും മാറിപ്പോട്ടെ. വഴികൾ തുറക്കട്ടെ. മദ്യപാനത്തിന്റെ ദുരാത്മാവ് ഭവനത്തിൽ നിന്നും വ്യക്തികളിൽ നിന്ന് കരമെടുത്ത് മാറുവാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കൂടെ എപ്പോഴും വീട്ടിൽ വഴക്ക, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനും മോനും അമ്മയും മോളും മക്കള് തമ്മിൽ അങ്ങനെ വഴക്കായിട്ടിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവിനെ കാണിക്കുക. കർത്താവിന്റെ സമാധാനം ആ ഭവനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. എല്ലാ പിശാചിന്റെ പ്രവർത്തനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ മഹത്വത്താൽ ആ ഭവനം നിറയട്ടെ, വ്യക്തികൾ നിറയട്ടെ. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്ന കർത്താവേ. പലതിനെയും പേടിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. പലരും പറഞ്ഞ ചില കാര്യങ്ങൾ, അതുപോലെ പലരും എതിരായിരിക്കുന്ന ചിലര്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവരുടെ മേൽ വിടുതലിന്റെ കരം, ഹല്ലേലൂയ, കർത്താവിന്റെ വിടുവിക്കുന്ന കരം. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ഭയങ്ങൾ, പേടികൾ, അസമാധാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ മനസ്സിൽ നിന്ന് മാറിപ്പോട്ടെ. ഇപ്പോൾ തന്നെ പുതുശക്തി ആ കർത്താവിന്റെ ബലത്താൽ ഓരോ മക്കളും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. വീടുകൾ ബ്ലെസ്ഡ് ആകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. പ്രത്യേകിച്ച് ആ കണ്ണിന്റെ പ്രയാസങ്ങൾ കൈവച്ചു. യേശുവിന്റെ നാമത്തിൽ ആ കണ്ണിന്റെ മേൽ കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. എല്ലാ അലർജികളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ ടിയർ സെൽസ് യേശുവിന്റെ നാമത്തിൽ അത് നോർമൽ ആകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ കാഴ്ചശക്തി പൂർണ്ണമായും മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. സകലവിധ ബന്ധനങ്ങൾ അഴിയട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ വീടുകളെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. എന്നെ കർത്താവ് വിദേശത്തൊഴിക്കുന്ന ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് ആ വിദേശ രാജ്യത്ത് ആ കുഞ്ഞിനെ തൊടുന്നതിനായി സ്തോത്രം. ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഭാരത്തോടെ ഇരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ വിഷയത്തിന്റെ മേൽ നീ ഭാരപ്പെടണ്ട എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. അത്ഭുതകരമായി എന്റെ കർത്താവിന്റെ സ്പർശനം, അവിടുത്തെ കരം ഇപ്പോൾ തന്നെ ആ വിദേശ രാജ്യത്ത് ആ കുഞ്ഞിനെ തൊടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടുതലായി എന്റെ മക്കളുടെ മേൽ വരട്ടെ. സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ ആരെങ്കിലും ഒക്കെ നിൽക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ സാമ്പത്തികമായ വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ മാറാൻ കൽപ്പിക്കുന്നു. വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളമായി നിന്റെ മക്കളുടെ മേൽ വരട്ടെ. അനുഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സെറ്റ് യുവർ പ്രയോറിറ്റീസ്. നിങ്ങൾ കർത്താവിന് വേണ്ടി, നമ്മൾ കർത്താവിൽ നിന്ന് എന്ത് കിട്ടും എന്ന്
മാത്രം ചിന്തിക്കാതെ കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കാം, എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് പ്രയോജനപ്പെടാം, സുവിശേഷത്തിന് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഒരു തകർന്ന വ്യക്തിയുടെ വീട്ടിലോട്ട് പോകുമോ, ഒരാൾ നിരാശപ്പെട്ടും ദുഃഖിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്തോട്ട് ഒന്ന് ചെല്ലുമോ? പ്ലീസ് നോക്ക്, ഇവിടെ ആ കാരാഗ്രഹത്തിൽ പ്രയോറിറ്റി മാറും. ഫ്രീഡമാ ഒരു കാരാഗ്രഹത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമാ പ്രയോറിറ്റി. പക്ഷെ മാറുക, എനിക്ക് ഐ വാണ്ട് ടു നോ ഹിം, അവന്റെ പുനരുദ്ധാനവും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി എനിക്ക് കൂടുതൽ എനിക്ക് ആസ്വദിക്കണം. വല്ലച്ചാതി മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നത് പ്രയോറിറ്റി മാറും. നമ്മുടെ പ്രയോറിറ്റി, സെറ്റ് യുവർ പ്രയോറിറ്റീസ്. ഒന്നിനും കുറവ് വരത്തില്ല. എവറിത്തിങ് വിൽ ഫോളോ യു. നിങ്ങളുടെ നീഡ്സ് ഒക്കെ നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. ഗോഡ് ബ്ലെസ് യു.